നമസ്കാരം. 2024 ആഗസ്റ്റ് മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം ഇത്തിരി ദൈവാധീനക്കുറവുണ്ട്. മാത്രമല്ല നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വയും നഷ്ടസ്ഥാനത്ത് പോയിട്ടാണ് നിൽക്കുന്നത്. സഹായ സ്ഥാനാധിപതി ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് നഷ്ടസ്ഥാനത്ത് പോയത് കാരണമുണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ നമ്മളുടെ സഹായികളായിരിക്കുന്ന വ്യക്തികളൊക്കെ അകന്നു പോകാൻ ഇടവരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ചെലവ് കുറച്ച് വർദ്ധിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. സർവാഭിഷ്ട സ്ഥാനത്ത് ആദിത്യൻ 17-ാം തീയതിക്ക് ശേഷം സ്വക്ഷേത്ര ബലവാനായിട്ട് വരും. അതുപോലെ തന്നെ ലഗ്നാധിപതി ബുധനോട് യോഗം ചെയ്ത് ഭാഗ്യാധിപതിയോട് യോഗം ചെയ്തിട്ട് സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിൽ പോലും ദൈവാധീനക്കുറവ് കാരണം കയ്യിലേക്ക് വരുന്ന ഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോകാനും അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനും ശത്രുദോഷം വർദ്ധിക്കാനും യോഗമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം കുറച്ചുകൂടെ, എടുത്തേട്ടം കൂടെ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവായിട്ടുള്ള ദോഷഫലങ്ങൾക്ക് സാധ്യതയുള്ള സമയമായതുകൊണ്ട് നല്ല പ്രാർത്ഥനയും വഴിപാടുകളും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന നടത്തുക. അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ദ്വാദശാക്ഷരിയോ അഷ്ടാക്ഷരിയോ സ്ഥിരമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, അലസത വർദ്ധിക്കുക. മാനസികമായിട്ട് അഞ്ചാം ഭാവാധിപതി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അത് അലസപ്രേക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി ആയത് കാരണമുണ്ട് ഒരു മുന്നോട്ട് നല്ലൊരു പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന വ്യക്തികൾക്ക് പോലും നിരാശ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ശത്രുസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ്. അപ്പോൾ രാഹു 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കുകയും ജീവിതത്തിൽ വിപരീതമായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. കുറച്ച് ശ്രദ്ധക്കുറവ്, ഏകാഗ്രതക്കുറവ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാതെ ഉള്ള ജോലി ചെയ്ത് മുന്നോട്ട് പോകാമെന്നല്ലാതെ ഉണ്ട്. ജോലിയിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വരുമാനത്തിൽ വർധനവ് പോലെയുള്ള കാര്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഇഷ്ടപ്പെട്ട മേഖലയിൽ തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഈ മാസത്തിൽ കുറച്ച് കുറവാണ്. അപ്പോൾ എല്ലാ രീതിയിൽ നോക്കുന്ന സമയത്തും ഗ്രഹങ്ങളുടെയൊക്കെ ഒരു അനിഷ്ടസ്ഥിതിയുണ്ട്. ലഗ്നാധിപതി നിൽക്കുന്നത് ബാധാസ്ഥാനത്താണ്, ബുദ്ധികാരകനായിരിക്കുന്ന ബുധനോട് യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മാനസികമായിട്ട് തന്നെ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടുക, കാൽപാദത്തിന് വേദന ഉണ്ടാകുക, ഉദരസംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, ഒരു ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യുക, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിപുണായോഗം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. എങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടി ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.